കരോലിൻ ടെക്സസ് എത്ര പേര് കേട്ടിട്ടുണ്ട്? 1910 ഹംഗറിയിൽ ജനിച്ച ഇദ്ദേഹം റൈഫിൾ ഷൂട്ടിങ്ങിനോട് ഭയങ്കര പാഷനായിരുന്നു അദ്ദേഹത്തിന്. ഹംഗറിയിൽ ജനിച്ച 1910 ജനിച്ച കരോലിൻ ടെക്സസ് എന്ന് പറയുന്ന ഒരു അപൂർവ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് റൈഫിൾ ഷൂട്ടിങ്ങിനോട് ഭയങ്കര കമ്പമായിരുന്നു, ഭയങ്കര പാഷനായിരുന്നു. അങ്ങനെ അദ്ദേഹം അന്ന് കാലത്ത് ഷൂട്ടിങ്ങിലൊക്കെ നമുക്ക് ഒത്തിരി കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ അവർ ആർമിയിൽ ജോയിൻ ചെയ്യണം. പുള്ളി ഹംഗറി ആർമിയിൽ ജോയിൻ ചെയ്തത് പുള്ളിക്ക് വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് പുള്ളി വളരെ ലോ ഗ്രേഡ് സ്റ്റാഫായിട്ടാണ് അവിടെ ജോയിൻ ചെയ്തത്. അപ്പോഴും പുള്ളിയുടെ മനസ്സിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഷൂട്ടിങ്ങില് എനിക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്നായിരുന്നു പുള്ളിയുടെ ആംബിഷൻ, പുള്ളിയുടെ ഡ്രീം. അങ്ങനെ ഇയാളുടെ മിടുക്ക് കാണിക്കാൻ തുടങ്ങി. ലോ പ്രൊഫൈൽ ജോബിൽ കയറിയിട്ടുണ്ടെങ്കിലും, ലോ പ്രൊഫൈൽ ജോബിലാണെങ്കിലും ഇദ്ദേഹം ഷൂട്ടിങ്ങിൽ നല്ല എഫിഷ്യൻസി കാണിച്ചു. അങ്ങനെ അദ്ദേഹത്തെ നാഷണൽ ലെവൽ, ഒളിമ്പിക്സിലല്ല, അവരുടെ രാജ്യാന്തര നാഷണൽ ലെവൽ ഷൂട്ടിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അവിടെ അന്നൊരു പൊളിറ്റിക്സ് ഉണ്ട്, നമുക്കറിയില്ലേ? ചില മിടുക്കന്മാരായിട്ടുള്ള ജൂനിയേഴ്സ് കയറി വരുമ്പോ സീനിയേഴ്സ് തട്ടു. ഇവർ ഇത്രയല്ലേ ആയിട്ടുള്ളൂ, ഞാനൊക്കെ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വന്നതല്ലേ, ഇവൻ ആദ്യം അവന്റെ പ്രൊഫൈൽ കൂട്ടട്ടെ, പ്രൊമോഷൻ കിട്ടി വരട്ടെ, എന്നിട്ട് മതി മത്സരത്തിലൊക്കെ പങ്കെടുക്കാൻ. വെട്ടി വിട്ടു. പാവമായി 26 വയസ്സ് തൊട്ട് വീണ്ടും കഷ്ടപ്പെട്ട് പഠിച്ച് സെറ്റായി ഹൈ പ്രൊഫൈൽ വരുന്ന സമയത്ത് ഗ്രാനേഡ് എന്ന് പറയും. ഗ്രാനേഡ് കടിച്ചിട്ട് നമ്മൾ പൊട്ടിക്കുന്ന ഒരു ബോംബുണ്ട്, കടിച്ച് മാറ്റിയിട്ട് ഇട്ട് പൊട്ടിക്കുന്ന സാധനം ഗ്രാനേഡ്. ആ ഗ്രാനേഡ് മാനുഫാക്ചറിങ്ങിന്റെ പിഴവ് കൊണ്ട് ഈ പാവം ഒരു പ്രാവശ്യം അത് ഉപയോഗിക്കുന്ന സമയത്ത് ആ ഗ്രാനേഡ് ഇദ്ദേഹത്തിന്റെ വലത് കയ്യിൽ നിന്ന് പൊട്ടുകയാണ്. ചിന്നിച്ചെതറി, കൈപ്പത്തിയില്ല. വലത് കൈയില്ലാത്ത ഇദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആയി. 1 മാസം 2 മാസം കഴിഞ്ഞു, ഒരു രക്ഷയില്ല. അങ്ങനെ ഇദ്ദേഹത്തിന് ഹൈ പ്രൊഫൈൽ പ്രൊമോഷൻ കിട്ടി. ഇദ്ദേഹം ഇതേപോലെ ഒരു ഇവന്റ് അവിടെ നടക്കുന്ന സമയത്ത് അതിന്റെ ഇടയിലേക്ക് കൈപ്പത്തിയില്ലാത്ത വലത് കൈയുമായിട്ട് അദ്ദേഹം വരുന്ന സമയത്ത് കമന്റേറ്റേഴ്സ് പറയും, ഇതാ ഇന്നിവിടെ റൈഫിൾ മത്സരം നടക്കുന്നുണ്ട്, ഷൂട്ടിംഗ് മത്സരം നടക്കുന്നുണ്ട്. പണ്ട് ഇതിനെ പാഷനായിട്ട് കൊണ്ടു നടന്ന ഒരാളാണ് നമ്മുടെ കരോലിൻ ടെക്സസ്. ഇദ്ദേഹം നോക്ക്, കൈ മുറിഞ്ഞു പോയിട്ടും ഈ കളി കാണാൻ വന്നിരിക്കുന്നു എന്ന് പറയും. അദ്ദേഹം അപ്പൊ അവരോട് പറയും, ഞാൻ കാണാൻ വന്നതല്ല, മത്സരിക്കാൻ വന്നതാണെന്ന്. സിമ്പതിയോടെയും പരിഹാസത്തോടു കൂടിയും ആളുകൾ അമ്പരിച്ചു നിന്നുകൊണ്ട് ഇദ്ദേഹത്തെ നോക്കും. ഇദ്ദേഹം തന്റെ ഇടത് കൈ കൊണ്ട് റൈഫിൾ എടുത്തു എന്ന് മാത്രമല്ല, അവിടെ നടന്ന എല്ലാ ലാപ്പുകളിലും വലത് കൈ കൊണ്ട് ഇദ്ദേഹം എത്ര ഷാർപ്പായിട്ട് ഷൂട്ട് ചെയ്തോ അതിനേക്കാൾ കൂടുതൽ ഷാർപ്പായി ഇടത് കൈ കൊണ്ട് ഒരു വിറയിലും ഇല്ലാതെ ബുൾസ് ഐ എന്ന് പറയും ഷൂട്ടിങ്ങില്, ആ നടുവിലത്തെ സെന്റർ പോയിന്റ് ബുൾസ് ഐയില് എല്ലാ തവണയും അദ്ദേഹം ഷൂട്ട് ചെയ്ത് വീഴ്ത്തി അവിടെ 1ാം റാങ്കുകാരനായിട്ട് വന്നു എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും ചോദിക്കും, എങ്ങനെ സാധിച്ചു എന്ന്. എന്റെ ഈ കൈ പൊട്ടി മാറിയപ്പോൾ ഇല്ലായ്മയെ കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. എന്റെ കയ്യിലുള്ളത് ഇടതേ കൈയാണ്. ഈ ഉള്ള കൈ കൊണ്ട് എന്ത് ചെയ്യാമെന്നാണ് ഞാൻ ചിന്തിച്ചത്. ഇല്ലാത്ത കൈനെ കുറിച്ച് ഞാൻ ചിന്തിച്ചതേ ഇല്ല. ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക, ഉള്ളത് കൊണ്ട് എന്ത് നേടിയെടുക്കാൻ പറ്റുമെന്ന് ആർജവം നമുക്ക് ഉണ്ടാവണം. ഒളിമ്പിക്സിൽ അദ്ദേഹം